നമസ്കാരം. തലസ്ഥാനത്തെ CPM BJP ചോരക്കളിയിൽ ഒരു കുടുംബം കൂടി അനാഥമായി. കൊലപാതകികളുടെയും കൊല്ലിച്ചവരുടെയും രാഷ്ട്രീയം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ലെങ്കിലും കൊലക്കത്തിക്കിരയായ ആളുടെ രാഷ്ട്രീയ എതിർചേരിയിലുള്ളവരാണെന്ന് ആർക്കും സംശയമുണ്ടാവില്ല. തലസ്ഥാനത്തെ 5 ദിവസമായി കലുഷിതമാക്കുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. എന്നിട്ടും കോടിയേരി പറയുന്നു CPM-ന് പങ്കില്ലെന്ന്. BJP-ക്കാരനെ കൊന്നത് കോൺഗ്രസുകാരനും BMS-കാരനും ഉൾപ്പെട്ട സംഘമെന്ന് പറഞ്ഞു വെക്കുന്നു കോടിയേരി. CCTV ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ BJP ഓഫീസ് ആക്രമിച്ചതിലും പങ്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞേനെ. ക്രമസമാധാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തൃപ്തിയാണെന്ന് പറഞ്ഞ് എല്ലാം ഭദ്രമെന്ന് വരുത്തി തീർത്ത മുഖ്യമന്ത്രിയെ അടുത്ത നിമിഷം തന്നെ വിളിച്ചു വരുത്തി ഗവർണർ. തൃപ്തിയെന്നല്ല ആശങ്കയെന്നാണ് രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയോട് പറഞ്ഞതെന്ന കുമ്മനത്തിന്റെ വാക്കുകൾ ശരിയെങ്കിൽ കള്ളം പ്രചരിപ്പിച്ചതിന് മുഖമടിച്ചടിയാണ് ഗവർണർ വിളിച്ചു വരുത്തിയതിലൂടെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ച് ജനത്തെ വഴിയിൽ ബന്ദിയാക്കിയ BJP-യുടെ ലക്ഷ്യം ക്രമസമാധാന തകർച്ച കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രാദേശിക പ്രശ്നമാണെങ്കിൽ പോലും സംസ്ഥാന വിഷയമാക്കാൻ BJP മടി കാണിക്കില്ല. 2 കൂട്ടരുടെയും കൊലവിളിയിൽ തലസ്ഥാനത്തെ മാത്രം സ്വൈരജീവിതമല്ല ഇല്ലാതാകുന്നത്, സംസ്ഥാനം മുഴുവൻ വ്യാപിക്കുന്നു ഈ കൊലവിളി. കത്തി താഴെയിടാൻ അണികളെ ഉപദേശിക്കാൻ ഇനിയെങ്കിലും 2 കൂട്ടരും തയ്യാറാകണം. തിരുവനന്തപുരത്ത് രാത്രി BJP പ്രവർത്തകനെ വെട്ടിക്കൊന്നതും ഗവർണർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയതും കേരളത്തിലെ ഗുരുതരമായ ക്രമസമാധാന തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ സൂപ്പർ പ്രൈം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. തലസ്ഥാനത്തെ ചോരക്കളി നിർത്താൻ കേരളം ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും തയ്യാറാകാത്തത് എന്തുകൊണ്ട്? BJP-ക്കാരനെ ദാരുണമായി വെട്ടിക്കൊന്നത് മറ്റു പാർട്ടിക്കാരെന്ന് പറഞ്ഞ് കൈകഴുകാൻ CPM-ന് കഴിയുമോ? തലസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ കേന്ദ്രത്തിന് തൃപ്തിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമോ? മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തിയത് ക്രമസമാധാന തകർച്ച ബോധ്യപ്പെട്ടതുകൊണ്ടോ? അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ച് ജനത്തെ വഴിയാധാരമാക്കുന്നതാണോ BJP-യുടെ ജനപക്ഷ രാഷ്ട്രീയം? കാരായിമാരും P ജയരാജനും തലസ്ഥാനത്ത് അവതരിച്ചെന്ന BJP-യുടെ ആരോപണം വസ്തുതയോ? സൂപ്പർ പ്രൈം ടൈമിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPM നേതാവുമായ VK മധു, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് S സുരേഷ്, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ, പൊതുപ്രവർത്തകനായ M ഷാജർ ഖാൻ എന്നിവരാണ്. തലസ്ഥാനത്ത് കൊലക്കത്തി താഴെയിടാൻ BJP-യും CPM-ഉം മടി കാട്ടുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.